പ്രവർത്തനങ്ങളിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. വഴികളിൽ തെളിച്ചമുള്ളവൻ, നാം നനച്ചൊരാശയത്തിൽ വേരുറച്ചവൻ, പല നിലയ്ക്ക് പ്രൗഢി കൊണ്ടൊരേറെയാണിന്നലയ്ക്ക് പല മടങ്ങു പെരുമയുള്ള നാളെയാകുവാൻ. സ്വരാജ് 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 എം സ്വരാജ് 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 എം സ്വരാജ്. കാതലും കരുത്തുമുള്ള ഭാവി നായകൻ, ശരി പറഞ്ഞു പോയതിൽ ശിരസ്സുരുണ്ടു പോകുമെങ്കിൽ ശരി തെളിച്ച വഴിയിലെ നടന്നു വന്നവൻ. കേരളം കനവു കണ്ട പുലരികൾക്ക് കാതലും കരുത്തുമുള്ള ഭാവി നായകൻ, ശരി പറഞ്ഞു പോയതിൽ ശിരസ്സുരുണ്ടു പോകുമെങ്കിൽ ശരി തെളിച്ച വഴിയിലെ നടന്നു വന്നവൻ. ജനതയ്ക്കു വഴി നയിച്ചു ഉള്ളു തൊട്ടു പൊരുളറിഞ്ഞ് ജനമനസ്സുകൾ കരിച്ച സമരനായകൻ. സ്വരാജ് 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 എം സ്വരാജ് 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 എം സ്വരാജ്. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിലപാടിൻ ജ്വാല പടരുകയായി, നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി. നിലപാടിൻ ജ്വാല പടരുകയായി, നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി. പുതിയ കാലം പണിതുയർത്താൻ യുവസിരയിൽ തീ കൊളുത്താൻ സ്വരാജ് എന്ന ജനനായകനാഗതനാ. നീതി പുലരും കാലം ആഗതമാ. സ്വരാജ് എന്ന ജനനായകനാഗതനാ. നീതി പുലരും കാലം ആഗതമാ. സ്വരാജ് എന്ന പേരതിൻ്റെയാ സഖാക്കളെ, സ്വരാജ് എന്ന പേരതിൻ്റെയാ. സ്വരാജ് എന്ന പേരതിൻ്റെയാ സഖാക്കളെ, സ്വരാജ് എന്ന പേരതിൻ്റെയാ. നിലപാടിൻ ജ്വാല പടരുകയായി, നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി. പുതിയ കാലം പണിതുയർത്താൻ യുവസിരയിൽ തീ കൊളുത്താൻ സ്വരാജ് എന്ന ജനനായകനാഗതനാ. നീതി പുലരും കാലം ആഗതമാ. സ്വരാജ് എന്ന ജനനായകനാഗതനാ. നീതി പുലരും കാലം ആഗതമാ. ചങ്കുലൻ
പേരതിൻ്റെയാ സഖാക്കളെ സ്വരാജ് എന്ന പേരതിൻ്റെയാ സ്വരാജ് എന്ന പേരതിൻ്റെയാ സഖാക്കളെ സ്വരാജ് എന്ന പേരതിൻ്റെയാ നിലപാടിൻ ജ്വാല പടരുകയാ നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയാ പുതിയ കാലം പണിതുയർത്താൻ യുവസിരയിൽ തീ കൊളുത്താൻ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ സ്വരാജ് എന്ന ജനനായകനാഗതനാ നിലപാടിൻ ജ്വാല പടരുകയായി നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി നിലപാടിൻ ജ്വാല പടരുകയായി നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി പുതിയ കാലം പണിതുയർത്താൻ യുവസിരയിൽ തീ കൊളുത്താൻ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ യുദ്ധവെറി എതിർത്തു നിന്ന സൗമ്യത തച്ചുടച്ച ബാബറിയിൽ നൊന്ത ആർദ്രത യുദ്ധവെറി എതിർത്തു നിന്ന സൗമ്യത തച്ചുടച്ച ബാബറിയിൽ നൊന്ത ആർദ്രത വെന്തു നീറും ഗാസയോടു ചേർന്ന ധീരത തിന്മകൾക്കു നേർ കയർത്തു നിന്ന വാഗ്മിത സ്വരാജ് എന്ന പേരതിൻ്റെയാ സഖാക്കളെ സ്വരാജ് എന്ന പേരതിൻ്റെയാ സ്വരാജ് എന്ന പേരതിൻ്റെയാ സഖാക്കളെ സ്വരാജ് എന്ന പേരതിൻ്റെയാ നിലപാടിൻ ജ്വാല പടരുകയാ നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയാ പുതിയ കാലം പണിതുയർത്താൻ യുവസിരയിൽ തീ കൊളുത്താൻ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ സ്വരാജ് എന്ന ജനനായകനാഗതനാ നീതി പുലരും കാലം ആഗതമാ തീ പിടിച്ച കാലം എത്ര നമ്മൾ കണ്ടതാ പേ പിടിച്ച നാളും എത്ര നാം കണ്ടതാ ചങ്കുലഞ്ഞു നമ്മൾ അന്ന് ഒത്തുചേർന്നതാ ഈ മണ്ണിൽ അന്നുയർന്നു സഹോദരി സഹോദരന്മാരെ, 19-ാം തീയതി നിലമ്പൂർ നിയോജകമണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഹൃദയത്തുടിപ്പായ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വിജയത്തിന് വേണ്ടി അഹോരാത്രം എത്തിച്ചുകൊണ്ടിരിക്കുന്ന മുക്കട്ട പ്രദേശത്തെ 10 ബൂത്തുകളിൽ നിന്നുള്ള ഇടതുപക്ഷ കുടുംബാംഗങ്ങളുടെ സംഗമമാണ്, മഹാസംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അഭിസംബോധന ചെയ്തുകൊണ്ട് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് എ വിജയരാഘവൻ സംസാരിക്കും. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ലതിക, KK ലതിക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുക്കട്ടയിലുണ്ട്.
ഒരുപക്ഷെ നിങ്ങളുടെ അയൽവാസിയെ പോലെ ലതിക സഖാവ് കെ ലതിക നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ പരിചിതയാണ്. നമ്മളിൽ ഒരാളായി സ്വരാജിനെ വിജയിപ്പിച്ച് മാത്രമേ ഞാൻ തിരിച്ചു പോകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള സഖാവ് കെ ലതികയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാം പ്രതീക്ഷിക്കാത്ത രണ്ട് അതിഥികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ തൻ്റെതായ വ്യക്തിത്വം, തൻ്റെതായ സ്ഥാനം അടയാളപ്പെടുത്തിയ പ്രിയങ്കരനായ ഇടതുപക്ഷ സഹയാത്രികനായ എന്നും പുരോഗമനവസ്തു സൂക്ഷിക്കുന്ന സഖാവ് മധുപാൽ ഈ വേദിയിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തിച്ചേരുക മാത്രമല്ല, ഈ മുക്കട്ട നഗരത്തിലിറങ്ങി നമുക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കാതെ ഇവിടെ എത്തിച്ചേർന്ന ആ അതിഥിയെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രവർത്തകയായ കുക്കു പരമേശ്വരൻ ഈ വേദിയിലുണ്ട്. അവരെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ കൗൺസിലറായ സഖാവ്. പ്രിയമുള്ളവരെ, ഈ വരുന്ന 19-ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് എം സ്വരാജിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൾ നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ നാടിൻ്റെ സമഗ്രമായ തുടർ വികസനത്തിന് പങ്കാളിയാക്കണമെന്ന് നിങ്ങളോട് നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനായ CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എ വിജയരാഘവൻ സഖാവിനെ ഞാൻ ഈ സമ്മേളനം, ഈ കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരവോടുകൂടി. നക്ഷത്ര മലയാളത്തിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ദേവദാസ് മത്സരിച്ചിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ജയിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ആര്യാടൻ്റെ മകനെ തോൽപ്പിക്കാൻ ഇവിടെ സ്വരാജ് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ ജയിക്കാൻ മത്സരിക്കുക. അതാണ് UDF എളുപ്പത്തിൽ ജയിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് വന്നവിടെ. അൻവർ രാജിവെച്ചല്ലോ. അൻവർ രാജിവെച്ചു. അപ്പം അൻവറിന് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു. അൻവർ പോയി. അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മൂലയിലായി. ആ ധാരണയിലാണ് തുടങ്ങിയത്. അൻവറിന് വലിയ സ്വീകരണമായിരുന്നു. വലിയ സ്വീകരണം കൊടുത്തില്ല UDF. ഇപ്പം എന്താ സംഭവിച്ച? സ്വീകരണം കൊടുത്ത UDF-ഉം കുടുങ്ങി, രാജിവെച്ച അൻവറും കുടുങ്ങി. ജനങ്ങൾക്കൊരവസരം കിട്ടി. ഈ അവസരവാദിയെ മാലയിട്ട് സ്വീകരിച്ചവരെ ശിക്ഷിക്കാനുള്ള അവസരം കിട്ടി, അവസരവാദിയെ ഒഴിവാക്കാനുള്ള അവസരവും കിട്ടി. ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള നല്ല അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സഖാവ് ലതിക ഇവിടെ ഇരിക്കുന്നുണ്ട്. ലതികയുടെ നാട്ടിലാണ് പാവങ്ങളുടെ ഒരു പോരാട്ടം കമ്മ്യൂണിസ്റ്റ് നടത്തിയത്. ചെക്ക എന്ന് വിളിക്കുന്നത്, ചെക്കൻ വിളിക്കെതിരായ സമരം. പേര് വിളിക്കില്ല, അതൊരു സമരമായിരുന്നു. പാവപ്പെട്ടവന് പേരില്ല എന്ന് പ്രഖ്യാപിച്ച പ്രമാണിത്വത്തിനെതിരായി സമരം ചെയ്തവരാണ് നമ്മുടെ കർഷക തൊഴിലാളികളുടെ സംഘടന. ആ കർഷക തൊഴിലാളികളുടെ മുഖത്ത് നോക്കിയിട്ടാണ് അവരെ അപമാനിക്കുന്ന വാക്കുകൾ ഈ UDF പറഞ്ഞത്. വലിയ പ്രതികരണം നാട്ടിലുണ്ടായിരുന്നു. ജനങ്ങൾ പാവങ്ങളോടുള്ള ഇവരുടെ സമീപനത്തെ തിരിച്ചറിയുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദി. നാട്ടുകാരിൽ ആരുടെയെങ്കിലും പിന്തുണ UDF-ന് കിട്ടിയോ? സ്വന്തം ജനവിരുദ്ധതയെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രചരണമായി അത് മാറി. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ചെയ്താണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ്. 62 ലക്ഷം ആളുകൾക്കാണ് സഹായം നൽകുന്നത്. 62 ലക്ഷം. 60 വയസ്സിന് അധികം പ്രായമുള്ള ആർക്കെങ്കിലും ഈ കേരളത്തിൽ ആത്മവിശ്വാസമില്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥയുമില്ല. ലോകത്ത് ഈ ഭൂമിയിൽ അത്രത്തോളം ആത്മവിശ്വാസത്തോടെ 60 കഴിഞ്ഞ വയോജനങ്ങൾ ജീവിക്കുന്ന ഏക പ്രദേശമാണ്
കേരള സംസ്ഥാനം എന്ന അഭിമാനമാണ് സത്യത്തിലുണ്ടാവേണ്ടത്. അതിന് പകരം അതിനെ കളിയാക്കാനും അപഹസിക്കാനുമാണ് UDF തയ്യാറായത്. വഴിയൊക്കെ തിരിച്ചുവിടുന്നു. റോഡ് തടഞ്ഞിരിക്കുന്നു. റോഡ് ഇങ്ങനെ തടഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ നിരക്കുന്ന നിൽക്കുക. ഫോട്ടോഗ്രാഫ് TV കാരില്ല, ഇപ്പോഴുള്ള കാല എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പം അന്വേഷിച്ചു എന്താ കാര്യം? നിലമ്പൂരിൽ ഒരാൾ മറ്റേ വഴിക്കടവിൽ ഒരാൾ മരിച്ചു കുട്ടിയിട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തോ ഒരു അപകടം നമ്മളെ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മളെ പ്രകരിക്കാൻ നയിക്കാവുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ ഇനിയിപ്പോൾ നാളെ എന്താ സ്ഥിതി കാതറക്കി നോക്കുക. അന്വേഷിച്ചു എന്താ കാര്യം. നോക്കിയപ്പോൾ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച. അതൊരു അപകടമല്ലേ? ഒരു അപകടം ഉണ്ടായാൽ അപ്പം തന്നെ റോഡ് അടിയോ? അതൊരു രാത്രി ആശുപത്രിയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള റോഡാ തെരഞ്ഞു വെച്ചിരിക്കുന്നത്. അപകടം ആർക്കും സംഭവിച്ചൂടെ? അപകടത്തിന് രാഷ്ട്രീയമുണ്ടോ? അപകടത്തിൽ ആരെങ്കിലും രാഷ്ട്രീയം കലർത്തുമോ? ഇവരവിടെ ഒരിക്കൽ രാത്രി റോഡടിയാ. നമ്മുടെ എന്തോ അനാസ്ഥ കൊണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച അപകടമാണ് എന്നുള്ള നിലയിലാണ് റോഡ് അടഞ്ഞിട്ടുള്ളത്. കളവുകൾ പ്രചരിപ്പിക്കുക ഇടതുപക്ഷ മുന്നണിക്കെതിരായി എന്ന UDF തന്ത്രം നിലമ്പൂരിൽ തുടക്കം മുതൽ ചീറ്റിപ്പോയി. പിന്നെന്താ? പിന്നെ എളുപ്പവഴി നോക്കുകയാണ്. ജയിക്കാനുള്ള എളുപ്പവഴി എന്താ നോക്കുക? അൻവറിനെ കൂട്ടുപിടിച്ച് നമ്മളെ തോൽപ്പിക്കാമെന്നാ നോക്കിയത്. അൻവറിനെ കൂട്ടുപിടിച്ച് തോൽപ്പിക്കാനുള്ള പരിശ്രമം ജയിച്ചോ? തോറ്റില്ലേ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് കുടുങ്ങിയിട്ടില്ല. കോൺഗ്രസ് കുടുങ്ങിയില്ല. അൻവറിനോട് മാലിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാലും പോലും അൻവറിനോട് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിക്കാൻ പോയി. കേസായിട്ട് ജയിലിൽ പോയി. പോലീസാ റിമാൻഡാ, ജയിലൊന്നും കൊണ്ടല്ല, പോലീസ് റിമാൻഡിലിട്ടു. പിറ്റേന്ന് അൻവർ പോയതൊക്കെ UDF നേതാക്കന്മാരുടെ വീടുകളിലില്ല. ഇടതുപക്ഷ പ്രസ്ഥാനം ആ കരുത്ത് കാണിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. എന്താണ് ആത്മവിശ്വാസം? നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് എന്നത് തന്നെയാണ് ആത്മവിശ്വാസം. നമ്മുടെ ആത്മവിശ്വാസം അതാണ്. ഇന്ത്യ മഹാരാജ്യം വലിയ ആപത്തിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഞാൻ സമയപരിമിതി മൂലം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. രാജ്യം ഭരിക്കുന്നത് RSSകാരാണ്. ഏറ്റവും പ്രാകൃതമായ ബോധമുള്ള മനുഷ്യരാണ്. അടുത്തിരിക്കുന്നവരോട് വിരോധം കാണിക്കുന്നവരാണ്. അടുത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആരാണ് ഇതിൻ്റെ അടുത്തിരിക്കുന്നത് എന്നൊരു RSSകാരൻ ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കും, ഇത് മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, പട്ടികജാതിക്കാരനാണോ, പിന്നോക്കക്കാരനാണോ? അങ്ങനെ നോക്കിയിട്ടാ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു വിഭാഗം ആളുകളാണ്. അടുത്തിരിക്കുന്നവരെ ശത്രുവായി കാണുന്ന തരത്തിൽ പെരുമാറുന്നവരാണ്. മതവും വിശ്വാസവും നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായിട്ടുണ്ട്. നമ്മളൊക്കെ മരിച്ചാലും മതവും വിശ്വാസവും ഈ നാട്ടിലുണ്ടാവും. പക്ഷെ മതവും വിശ്വാസവും നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനായി ജീവിക്കുക എന്നത് അതിപ്രധാനമാണ്. അടുത്തിരിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ വിശക്കുമ്പോൾ അവനെ സഹായിക്കാൻ കഴിയുന്ന മനസ്സുണ്ടാവുക എന്നതും അതീവ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അതാണ് മനുഷ്യത്വത്തിന്റെ മഹനീയത. ആ മഹത്വത്തിന്റെ മഹനീയതയുടെ കണികയില്ലാത്ത സംഘപരിവാരക്കാരൻ ഭരിക്കുന്ന ഒരു ഇന്ത്യയിൽ ജീവിക്കുക എന്നത് തന്നെ വളരെ അപകടകരമായ ഒരു കാലത്ത് ജീവിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായിട്ട് ഇപ്പൊ അവരാണ് രാജ്യത്ത് RSSന് വളരാൻ വഴിയൊരുക്കി കൊടുത്തത്. ഇപ്പോഴും കോൺഗ്രസിന്റെ നിലപാടുകളിലെ തകരാറുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇന്ത്യയിലെ വലതുപക്ഷം നടത്തുന്ന ഗൂഢാലോചനയിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? പല സന്ദർഭങ്ങളിലും RSSുമായി കൂട്ടുപിടിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചു പോകുന്നത്? RSS ആകട്ടെ ന്യൂനപക്ഷങ്ങളെ അങ്ങനെ കടന്നാക്രമിക്കുകയാണ്. എന്തെല്ലാം നമ്മൾ കണ്ടു. ന്യൂനപക്ഷ മുസ്ലിം ആരാധിക്കുന്ന പള്ളി അടിച്ചു പൊളിച്ച് തകർത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി. ആ അമ്പലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും അപഹാസ്യമായ കാഴ്ചയ്ക്ക് നമ്മളെല്ലാം സാക്ഷികളായി.
ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ? പ്രധാനമന്ത്രിയുടെയും കൂട്ടുകാരുടെയും ശ്രദ്ധ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഇന്ത്യയിൽ ആ ദരിദ്രന്റെ ഉന്നമനമല്ല, തൊഴിലില്ലാത്തവരുടെ ഇന്ത്യയിൽ അവർക്ക് തൊഴിൽ നൽകാനല്ല, വീടില്ലാത്തവരുടെ ഇന്ത്യയിൽ അവർക്ക് വീട് നൽകാനല്ല, ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, മനുഷ്യനന്മകളെ ഉയർത്തിപ്പിടിക്കാനല്ല, ഒരാരാധനാലയം അടിച്ചു പൊളിച്ച് തകർത്ത് അവിടെ ഒരു പള്ളി പൊളിച്ചെടുത്ത് അമ്പലമുണ്ടാക്കി ആ അമ്പലത്തിൽ ഉദ്ഘാടനം നടത്തി ആഹ്ലാദിക്കുന്ന പ്രാകൃത മനസ്സിന്റെ ഉടമസ്ഥൻ പ്രധാനമന്ത്രിയായ ഒരു രാജ്യത്ത് നന്മ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒപ്പം നിൽക്കുക എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ആ അഭിമാനകരമായ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത്. ആ നയം തിരുത്തണ്ടേ? ഈ നിലപാട് BJPയുടെ നിലപാടാണ്, ആ നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണ്. ആ നിലപാടിനെതിരായി സമരം ചെയ്യുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മളെല്ലാം ദുർബലൻ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുകയാണ്. ജനിച്ച നാട്ടിൽ തന്നെ ജോലി കിട്ടണം, മര്യാദയ്ക്ക് ജീവിക്കാനാവണം. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ചെന്നൈയിടത്ത് ഏറ്റവും മികച്ച ജോലി ചെയ്യുന്നവരാവണം. വയസ്സന്മാരെ കുളിപ്പിക്കാൻ വേണ്ടി നാട് വിട്ടു പോകുന്നവരല്ല, ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ജോലിക്ക് നാട് വിട്ടു പോകുന്നവരായി നമ്മുടെ തൊഴിൽ നൈപുണ്യമുള്ള ജനതയുണ്ടാവണം. അത്തരമൊരു മാറ്റത്തിന് വേണ്ടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. വീടില്ലാത്ത മനുഷ്യരുണ്ടാവരുത്, അത് ഉറപ്പാക്കുകയാണ്. ഭൂമിയില്ലാത്ത മനുഷ്യരുണ്ടാവരുത് എന്ന് ഈ ലോകത്തുറപ്പാക്കിയ ഏക പ്രദേശത്തിന്റെ പേര് കേരളം എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിന്റെ ഭാഗമായി നടന്നതാണ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി വീടില്ലാത്ത ഒരാളും ഈ കേരളത്തിൽ ഉണ്ടാവില്ല, മികച്ച വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും ഈ നാടിലുണ്ടാവില്ല. തൊഴിൽ നൈപുണ്യമുള്ള എല്ലാവരുമുള്ള നാടായിരിക്കും ഈ നാട്. ആഗോള മുതലാളിത്തത്തിന്റെ വലിയ പ്രതിസന്ധിയുടെ ഈ സമകാലത്ത് ആ പ്രതിസന്ധിയുടെ മുന്നിൽ ലോകം മുഴുവൻ കീഴടങ്ങുമ്പോൾ അതിന്റെ മുന്നിൽ മുട്ടുവിറയ്ക്കാതെ പിടിച്ചു നിൽക്കുന്ന ജനതയുടെ പേര് EMS ജനിച്ച കേരളമാണ് എന്ന് ലോകത്തോട് വിളംബരം ചെയ്യുന്ന മഹാമാറ്റത്തിന്റെ കാറ്റടിക്കുന്ന, നന്മ നിറഞ്ഞ കാറ്റടിക്കുന്ന നാടാണ് ഈ കേരളം. അതിന്റെ നേതാവാണ് പിണറായി വിജയൻ. അവർ ഭയപ്പെടുകയാണ്. ഈ ഇടതുപക്ഷ ഭരണം കേരളത്തിൽ മുന്നോട്ട് പോയാൽ വലതുപക്ഷ ശക്തികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. എല്ലാ പ്രതിലോമ ശക്തികളും ഭയത്തോടു കൂടിയാണ് കേരളത്തിലെ ഈ ഇടതുപക്ഷ ഭരണത്തിന്റെ മുന്നേറ്റത്തെ കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തുകയാണ്. അതിന്റെ മുന്നിലാണ് ഈ UDF. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ, പിണറായിയെ അധികാരത്തിന്റെ പുറത്തേക്ക് മാറ്റണം. അത് ഇന്ത്യയിലെ എല്ലാ പ്രതിലോമ ശക്തികളുടെയും താല്പര്യമാണ്, എല്ലാ വർഗീയ ശക്തികളുടെയും താല്പര്യമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മൂർധന്യഘട്ടത്തിലെത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇതിന് സ്വീകരിച്ചത്. RSSന്റെ മുസ്ലിം ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. രാഷ്ട്രീയ ഇസ്ലാം, രാഷ്ട്രീയ പാർട്ടിയല്ല. മുസ്ലിം അല്ലാത്ത എല്ലാറ്റിനെയും എതിർക്കുന്നവരാണ്. രാഷ്ട്രീയ നിലപാടുകളല്ലാതെ അപകടകരമായ രാഷ്ട്രീയമാണ്. ആരെങ്കിലും അവരെ അനുകൂലിക്കുക? മുസ്ലിം സാമുദായിക സംഘടനകൾ അവരെ അനുകൂലിക്കുന്നുണ്ടോ? സമസ്ത അവരെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മുജാഹിദ് വിഭാഗം അവരെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർ അവരുടെ കൂടെയല്ല 99%. വളരെ കുറച്ചാളുകൾ, വിരലെണ്ണാവുന്ന ആളുകൾ. എന്തുകൊണ്ടാ ഇത്രയും അപകടകരമായ മുസ്ലിം വർഗീയത കൈകാര്യം ചെയ്യുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പുണരാൻ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഈ UDF തയ്യാറായിരിക്കുന്നത്? ഏത് തെറ്റിനെയും ഒപ്പം പിടിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കും. അതാണ് UDF നിലപാട്. അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഉയർന്ന രൂപമാണ് ഈ കാണുന്നത്. പക്ഷേ നിലമ്പൂർ വിധി എഴുതാൻ പോവുകയാണ്. ശരിയുടെ പക്ഷത്ത് നെഞ്ചുറപ്പോടെ, കരുത്തോടെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന്റെ മുന്നിൽ കീഴടങ്ങില്ല ഈ നാട് എന്ന് വിളംബരം ചെയ്യുന്ന ജനവിധിയാണ് ഈ നിലമ്പൂരിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നത്. കേരളം പ്രതീക്ഷയോടുകൂടി നോക്കുന്നു. എങ്ങനെ നമ്മൾ തീരുമാനിക്കും? 48 മണിക്കൂർ കഴിഞ്ഞാൽ ആ തീരുമാനത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോവുകയാണ്. ഒറ്റ അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് സഖാവ് സ്വരാജിനെ നമുക്ക് തെരഞ്ഞെടുത്ത് അയക്കുക തന്നെ വേണം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ, സഖാവിനെ വിജയിപ്പിക്കുമ്പോൾ
ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ട് കൂടിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. കേരളത്തിലെ എല്ലാ മനുഷ്യനും ആത്മാഭിമാനത്തോടുകൂടി 23-ാം തീയതി പ്രഖ്യാപിക്കും, നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിച്ചു. ഇതാ 26-ൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുന്ന ദിവസമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ആ മഹാസംഭവത്തിലെ പോരാളികളാവുവാൻ, ആ മഹാസംഭവത്തിലെ ചരിത്ര സാക്ഷികളാവുവാൻ, ആ ഉജ്ജ്വലമായ ചരിത്ര മുഹൂർത്തത്തിന്റെ നിർമ്മിതിയുടെ ഉടമസ്ഥരാകുവാൻ കിട്ടുന്ന അസുലഭമായ ഈ അവസരത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുമെന്നതിന്റെ തെളിവുകളാണ് ഈ സായാഹ്നത്തിൽ നിലമ്പൂരിൽ മഴയെ തോൽപ്പിച്ചും കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയെ മുറിച്ചു കടന്നും 10,000-കണക്കിന് മനുഷ്യൻ ഈ തെരുവിലിറങ്ങി ജയിപ്പിക്കും ഞങ്ങൾ സഖാവ് സ്വരാജിനെ എന്ന് പ്രഖ്യാപിക്കുന്നത്. അത്തരമൊരു ചരിത്ര ചടങ്ങിൽ നിങ്ങളുടെ ഒപ്പം പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള ആഹ്ലാദം പങ്കുവെച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ സ്വരാജ് ഉണ്ടാവുമ്പോൾ സ്വരാജ് എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ തന്നെയാണ് എൻ്റെ അനിയൻ്റെ പ്രായമുള്ള അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ തന്നെയാണ് എന്നെപ്പോലെ ഒരു കലാകാരൻ ഇവിടെ വരാൻ കാരണമാകുന്നത്. സ്വരാജ് ഒരു പ്രതീക്ഷയാണ്, വെറുമൊരു വ്യക്തി എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, നാളേക്കുള്ള ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഉത്തമ വിശ്വാസവും നമ്മുടെ തീരുമാനവുമാണ്. സ്വരാജ് എന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുപോകേണ്ട ഒരാളല്ല എന്നുള്ളതാണ്. ഒരുപാട് നേരിനെ അറിയുന്ന, സത്യം സംസാരിക്കുന്ന, നിലപാടുള്ള, പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുള്ള, അത് തീർച്ചയായും വായിച്ചതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അറിഞ്ഞ് അതിൽ നിന്നൊരു തീരുമാനമുണ്ടാക്കി അത് പൊതുസമക്ഷത്തിൽ വെക്കുന്ന ഒരു ഉത്തമനായ സുഹൃത്തിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അറിവെല്ലാവർക്കും ഉണ്ട്, എല്ലാവരും അറിവുള്ളവരൊക്കെ തന്നെയാണ് നമ്മൾ. കാരണം കേരളം പോലെ ഒരു പ്രദേശത്ത്, ഏറ്റവും സാക്ഷരതയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ അക്ഷരാഭ്യാസം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലത്ത് ആ അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. അറിവ് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു? അറിവ് പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു സത്യമുണ്ടാകുന്നത്, ഒരു നേറുണ്ടാകുന്നത്, ഒരു നീതിപൂർവമായ അവസ്ഥ ഉണ്ടാകുന്നത്. സ്വരാജിനെ ഞാൻ അങ്ങനെ കാണുന്നതാണ്. സ്വരാജിനെ അറിയാം, സ്വരാജ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, സ്വരാജ് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ മനുഷ്യനെ എത്രത്തോളം അടുപ്പിച്ച് നിർത്തിക്കൊണ്ടാണ്. എന്ത് കാര്യം കാണുമ്പോഴും ചേർന്നത്, ഞാൻ കൂടി ഉള്ളത്, എനിക്ക് കൂടി സംഭവിക്കുന്നത്, എൻ്റേത്, നമുക്കൊക്കെ ഒരുമിച്ച് വരുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം നൽകുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. തീർച്ചയായും ഈ പിണറായി സർക്കാരിൻ്റെ നിലമ്പൂരിൻ്റെ പുരോഗമനത്തിന് നിലനിൽക്കേണ്ടത് നമ്മുടെ തീരുമാനമാണ്. ഈ ഇലക്ഷൻ തീർച്ചയായും നേരത്തെ വിജയസാഹു പറഞ്ഞതുപോലെ 2026 ഇലക്ഷൻ്റെ ഒരു മുന്നോടിയാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും, മുഴുവൻ ആളുകളും, മുഴുവൻ ജനങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷൻ മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് പോലും മാധ്യമങ്ങൾ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചു പോകുന്ന ഒരവസ്ഥ. അത് വെറുതെയുള്ളതല്ല, കാരണം ലോകം മുഴുവൻ ഈ ഇലക്ഷനെ ശ്രദ്ധിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈ ഇലക്ഷനിൽ തീർച്ചയായിട്ടും വിജയിക്കേണ്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് തന്നെയാണെന്ന് തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ നിർവഹിക്കേണ്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എം സ്വരാജിനെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ എന്ന അടയാളത്തിലാണ്. അത് ചെയ്യാനുള്ള തീരുമാനം നമ്മളുടേതാണ്. നേര് പറയുമ്പോഴും സത്യം പറയുമ്പോഴും ഒക്കെ അത് കള്ളമാക്കി മാറ്റുന്ന, അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അഭിപ്രായങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, ഒരു കാര്യം പോലും നേര് പറയാൻ പറ്റാത്ത, കള്ളങ്ങൾ കൊണ്ട് മാത്രം പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. സത്യം പറയുന്നവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയുള്ള ഒരു രാജ്യത്ത് അത്തരം അവസ്ഥകളെ മറികടക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തീർച്ചയായും ശക്തമായ ഒരു ഭരണം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അത്
ഈ കഴിഞ്ഞ 4 വർഷങ്ങളും കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഞാനും പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, കാരണം കേരളത്തിലെ ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങളിലുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായ കാര്യമുണ്ട്. കൊടുക്കാമെന്ന് പറയുന്നത് കൊടുത്തിട്ടേ ഉള്ളൂ, അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടുന്ന പെൻഷനുകൾ തീർച്ചയായിട്ടും കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു ആളെന്ന രീതിയിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്ക് കൃത്യമായി നടപ്പിലാക്കാൻ ആർജവമുള്ള ഒരു സർക്കാരിനോടൊപ്പം നിൽക്കാൻ എം സ്വരാജ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പോലുള്ള കലാകാരന്മാർ ഇവിടെ വന്നത്. സാംസ്കാരിക പ്രവർത്തകർ 2 ചേരിയിലാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാർത്തകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ ചേരിയുള്ളൂ. കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ ചേരി തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അഭിപ്രായങ്ങൾ പറയുവാനും അത് പറയുന്നത് കേൾക്കാനും കേൾക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുമെന്ന ഒരിടമുണ്ടാകുമ്പോഴാണ്, ആ ഇടത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നത്. നമ്മുടെ വികസനങ്ങൾ മുഴുവൻ മനസ്സ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. എം സ്വരാജിനെ പോലെ ദീർഘവീക്ഷണമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ആർജവമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. അത് നിലമ്പൂരിൻ്റെ ഉത്തരവാദിത്വമാണ്. നിലമ്പൂരിൻ്റെ ഇനിയുള്ള നാളുകളിലേക്കും വരാൻ പോകുന്ന നാളിലേക്ക്, അങ്ങനെയാ പറയുന്നത്, വരാൻ പോകുന്ന നാളുകളിലേക്കും ഒക്കെ നമ്മൾ തീരുമാനിച്ചുറപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന, അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുക എന്നതും ആ വോട്ട് കൃത്യമായിട്ടും വൻ ഭൂരിപക്ഷമാക്കി മാറ്റുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അത് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കലാകാരൻ എന്ന രീതിയിൽ തന്നെ പറയുന്നു, ആ മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വിജയിപ്പിക്കേണ്ട തീരുമാനം നമ്മളുടേതാണ്. 19-ാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ, 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ സ്വരാജിന്റെ ഭൂരിപക്ഷം നിലമ്പൂർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്വരാജിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ലാൽസലാം. പ്രാസംഗികയല്ല, പ്രത്യേകിച്ച് ഒരു ഇലക്ഷന് തന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു ഇലക്ഷന് കൂടെ നിന്നിട്ട് വോട്ട് ചോദിക്കുക. എൻ്റെ എല്ലാ സപ്പോർട്ടുകളും എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ എല്ലാവരും പറയുന്ന, ഇപ്പം മധു പറഞ്ഞതും വിജയരാഘവൻ സാർ പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമെല്ലാം സ്വരാജിന് വോട്ട് നൽകണമെന്നാണ്. അതിലൊരു മാറ്റവുമില്ല, അത് തന്നെ വേണം. പക്ഷെ വേറൊരു സത്യം പറയാം. ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മകൻ അവൻ്റെ ആദ്യത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞതാണ്, നമ്മളെല്ലാവർക്കും ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ, ആരെയും കാണിക്കാതെ നമ്മുടെ തീരുമാനം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സത്യം, അതാണ് വോട്ട്. നമുക്ക് ആരുമായിട്ട് അത് ചർച്ച ചെയ്യണ്ട, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ആരും എത്തി നോക്കുന്നുമില്ല. അത് ധൈര്യത്തോടെ മനസ്സിലാക്കി ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. ആ ചെയ്യുന്ന വോട്ടുകൾ എന്തിനാണ്, ആർക്കാണെന്നും നമുക്ക് കൃത്യമായ ധാരണ വേണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം അത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എത്രയും ഭംഗിയായിരിക്കാൻ ഞാൻ സ്ത്രീകളോടും പെൺകുട്ടികളോടും ഇപ്പോഴുള്ള യങ്ങായിട്ടുള്ള ആൺകുട്ടികളോടും കൂടി പ്രത്യേകം പറയുകയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് അത് കൊണ്ടുപോകുന്നത്, മറ്റാരുമല്ല. ആ തീരുമാനം ശരിയാകണമെങ്കിൽ നല്ലതുപോലെ ചിന്തിക്കണം, കണ്ണു തുറന്ന് കാണണം, മനസ്സ് തുറന്ന് മനസ്സിലാക്കണം, കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സത്യങ്ങളും നിങ്ങൾ അറിയുന്ന വിവരങ്ങളും നിങ്ങൾ അറിയുന്ന സത്യങ്ങളും അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആയിരിക്കും. അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാൻ അത് ആവശ്യമാണ്. അതാണ് മുന്നോട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം കേരളം മുന്നോട്ട് പോയപ്പോൾ നിലമ്പൂരും, ഞാനൊരു 30 വർഷത്തിന് മുമ്പാണ് നിലമ്പൂർ വന്നത് ആ സിനിമയിൽ അഭിനയിക്കാൻ. ഒരേ തൂവൽ പക്ഷികൾ, പുല്ലങ്കോട് എസ്റ്റേറ്റിലായിരുന്നു 2 മാസവും. ഞാൻ ഈ നിലമ്പൂർ കാണുമ്പോൾ നിലമ്പൂരിൻ്റെ മാറ്റം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ ഈ 10 വർഷം കേരളം കണ്ട മുന്നേറ്റം അത് നിങ്ങളുടെ അടുത്തും എത്തിയിട്ടുണ്ട്.
അത് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിലമ്പൂരും കേരളത്തിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുടെ കൂടെ യാത്ര ചെയ്യേണ്ട ആവശ്യമാണ്. മനസ്സിലാക്കുക, നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്ന ഓരോ വോട്ടിനും വിലയുണ്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ മടിക്കരുത്. അവകാശമാണ്. ആ അവകാശം നിങ്ങൾ നേടിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. വോട്ട് കാസ്റ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. വോട്ട് ചെയ്യുക, സത്യസന്ധമായി വോട്ട് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയുടെയും സത്യസന്ധത മനസ്സിലാക്കുക, കണ്ണു തുറന്ന് കാണുക, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക. അതിന് സ്വരാജ് എന്ന അഡ്വക്കേറ്റ് സ്വരാജ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന് യോഗ്യനുമാണ്. നിലമ്പൂരിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. ഇനി നിലമ്പൂരിൻ്റെ വളർച്ച സ്വരാജിലൂടെ ഞങ്ങളും അറിയും, കേരളം മുഴുവൻ അറിയും. നിങ്ങളുടെ വളർച്ചയും അതിലൂടെ വരും. എല്ലാവർക്കും നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളോട് ചോദിച്ചു, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇറക്കി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് പിടിക്കുകയാണല്ലേ എന്ന്. അപ്പം ഞങ്ങൾ 3 പേരും, 3 ഷെറി അടക്കമുള്ള ഞങ്ങളൊരു 4 പേർ ഒരുമിച്ച് മറുപടി കൊടുത്തത്, ഞങ്ങളെ ആരും ഇറക്കിയതല്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ LDFൻ്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയോ ആരും പറഞ്ഞിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ 4 പേരും പരസ്പരം സംസാരിച്ച് ഈ നിലമ്പൂർ ഇത്രയും വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷത്ത് അടിയുറച്ച് നിൽക്കുന്ന ഞങ്ങൾക്കവിടെ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. കാരണം ലതികേച്ചിയെ പോലുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ രാപ്പകൽ ഇവിടെ അധ്വാനിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വരാജിന് വേണ്ടി, LDFന് വേണ്ടി, CPMന് വേണ്ടി, പിണറായി സർക്കാരിന് വേണ്ടി ഞങ്ങൾ സ്വമേധയ ഇറങ്ങി പുറപ്പെട്ടവരാണ്. മിനിഞ്ഞാന്ന് ഭയങ്കര മഴയായിരുന്നു. ഞാൻ ഈ കീഴാറ്റൂർ എന്ന് പറയുന്നത് ഈ മലപ്പുറം കീഴാറ്റൂരല്ല, തളിപ്പറമ്പ് കീഴാറ്റൂരാണ്. അറിയാലോ, ഒരു കാലത്ത് വയൽക്കളി സമരങ്ങളൊക്കെ ഏറെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. അത് ഞാൻ പിന്നീട് പറയാം. അവർ വൈകുന്നേരമാണ് ഒരു തീരുമാനം എടുത്തത്. ഭയങ്കര മഴയാണ്. സാധാരണ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത്തിരി പേടിയുണ്ടാകും, എന്തിനാണ് ഈ മഴയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നിലമ്പൂരേക്കാണ്. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ അന്വേഷണം പറയണം, സ്വരാജ് വിജയിച്ചു വരണം എന്നതാണ്. കാരണം അവരത്രയധികം സ്വരാജ് എന്ന് പറയുന്ന ആ വ്യക്തിയെ, കമ്മ്യൂണിസ്റ്റുകാരനെ അത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാനും നിലമ്പൂരിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഒന്ന് കുഞ്ഞാലിയുടെ കഥകൾ, കുഞ്ഞാലിയെപ്പറ്റി, സഖാവ് കുഞ്ഞാലിയെപ്പറ്റി കേട്ടത് മുതൽ നിലമ്പൂർ വല്ലാതെ ഹൃദയത്തിൽ കയറി. പിന്നീട് നാടകഭ്രാന്ത് തലക്ക് കയറിയപ്പോൾ നിലമ്പൂർ ആയിഷ എന്ന് പറഞ്ഞ ആയിഷാത്ത മനസ്സിൽ കയറി. നിലമ്പൂർ അക്ഷയത്തിലെ അനിയത്തി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആയിഷാത്തയോടെ കൂടെ അഭിനയിച്ച ഒരാളും കൂടിയാണ് നാടകത്തിൽ. നിലമ്പൂർ ബാലേട്ടനുണ്ട് നാടകത്തിൻ്റെ, അല്ലേ? നിലമ്പൂർ ബാലേട്ടൻ്റെ ഭാര്യ വിജയിച്ചൊക്കെ ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അപ്പോൾ തേക്കൊന്നും എനിക്ക് അത്ര വലിയ, നിലമ്പൂർ തേക്കൊന്നും അത്രയധികം മനസ്സിൽ കയറിയിട്ടില്ല. നിലമ്പൂർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ അയ്മു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു പക്ഷെ മലയാളത്തിലെ ഏറ്റവും മികച്ച നാടകം, വിപ്ലവ നാടകം എഴുതിയ ഇന്നലെ മനുഷ്യനാവാൻ നോക്ക് എന്ന നാടകം എഴുതിയത് ഈ നിലമ്പൂരിൻ്റെ മണ്ണിലാണ്. അപ്പോൾ നിലമ്പൂർ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇനിതാ സ്വരാജിന്റെ മണ്ഡലം നിലമ്പൂരാണ്. നിലമ്പൂരിൽ നിന്നും സ്വരാജ് ജയിച്ചു വരുന്നു. ഒരു വലിയ രാഷ്ട്രീയ മാലിന്യത്തെ, PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മാലിന്യത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് സ്വരാജ് ജയിച്ചു വരുന്നു. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള, ഞങ്ങൾ ഇന്നലെ മുതൽ ഈ നിലമ്പൂരിന്റെ മണ്ഡലത്തിൽ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ പറയാണ്, ഞങ്ങൾ കൊല്ലത്തുകാരാണ്, ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്, തൃശ്ശൂർക്കാരാണ്, കോട്ടയത്തുകാരാണ്, കണ്ണൂർക്കാരാണ്. ഒരു കേരളം മുഴുവൻ ഈ LDFന്റെ വിജയത്തിന് വേണ്ടി, സ്വരാജിന്റെ വിജയത്തിന് വേണ്ടി നിലമ്പൂർ എന്ന് പറഞ്ഞ ഈ സുന്ദര ഗ്രാമത്തിലേക്ക് ഏറ്റവും സാധാരണക്കാരായ, എന്നും ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന എല്ലാവരും ചിരിച്ചുകൊണ്ട് മാത്രമേ ഈ നാട്ടിലെ ആൾക്കാർ പെരുമാറുകയുള്ളൂ. ഞാനും അതുമായിട്ടും പറയായിരുന്നു, ഞാനൊക്കെ ഒറ്റ ചായ കുടിക്കുന്ന ഒരാളാണ്. ഇന്ന് ചായ കുടിച്ച് മതിയായി. കാരണം എവിടെ പോയി കഴിഞ്ഞാലും അത്രയധികം സ്നേഹത്തോടു കൂടി ഞങ്ങളെ സൽക്കരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നിലമ്പൂർ ആലിക്ക ഹോട്ടലിൽ നിന്നാണ്. ആ ഹോട്ടലിൽ പോയപ്പോൾ പോലും അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം. അപ്പോൾ നിലമ്പൂർ എന്നും മനുഷ്യപക്ഷത്താണ്. ആ മനുഷ്യപക്ഷത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത്രയധികം രാപ്പകൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും
സ്വരാജിന് വോട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ ദിവസങ്ങളെ അധ്വാനിക്കുന്നവരാണ്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ വോട്ട് മാത്രം പോരാ, എൻ്റെ വോട്ട് മാത്രം പോരാ, എത്രത്തോളം വോട്ടുകൾ സ്വരാജിന് വേണ്ടി നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി സ്വരാജിനെ ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ വിജയരാജൻ സഖാവൊക്കെ പറഞ്ഞ പോലെ അത്ര നല്ല കാലമൊന്നുമല്ല നമ്മുടെ നാട്. ഒരുപാട് പുരോഗമനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഈ പുതിയ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ കാലത്ത് നമ്മുടെ മനസ്സ് വല്ലാത്ത സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും മതമൊക്കെയാണ് നമ്മൾ അറിയുന്നില്ല. ഈ മതത്തിനെയൊക്കെ അറിയാതെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ വീടുകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റൊരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ എൻ്റെ പ്രിയപ്പെട്ട, എന്തുകൊണ്ടാണ് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളം വേറിട്ട് നിൽക്കുന്നതെന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. നമുക്കറിയാലോ 2018 കേരളങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രളയം നടന്നൊരു ഒരു കാലമായിരുന്നു 2018. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പേർ ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പ് ഉണ്ടാക്കി. ആ ക്യാമ്പിൽ കൂടുതലും വന്നത് പ്രായമായ ആൾക്കാരായിരുന്നു. ഒരു എൽ പി സ്കൂളിലായിരുന്നു. ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ ബെഞ്ചുകളൊക്കെ കൂട്ടിവെച്ചുകൊണ്ടാണ് അവർക്ക് കിടക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ക്ലാസ് മുറിയിലേക്ക് ഒരു പ്രായം ചെന്ന 2 അമ്മമാർ വന്നു. അതൊരു ഉമ്മയായിരുന്നു, അതൊരു അമ്മയായിരുന്നു. എല്ലാവരും അമ്മമാരാണ്, എല്ലാവരും ഉമ്മമാരാണ് അല്ലേ. അപ്പോൾ ഈ ബെഞ്ച് ചേർത്ത് വെച്ച് കിടക്കാൻ വേണ്ടി സൗകര്യം ഉണ്ടാക്കിയപ്പോൾ അതിലൊരു ഉമ്മ പറഞ്ഞു, ഈ അന്യമതത്തിൽപ്പെട്ട ഇവരുടെ കൂടെ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ സാധിക്കില്ല, എനിക്ക് എൻ്റെതായ ഒരുപാട് ചിട്ടകളുണ്ട്, ഞാനാണ് അതിൻ്റെ ചാർജ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ കൂട്ടി യോജിപ്പിച്ച് വെച്ച ആ ബെഞ്ച് മാറ്റി 2 പേർക്ക് കിടക്കുവാൻ 2 സൈഡിൽ അവർ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. 7 ദിവസം അവരുടെ വീടുകളിൽ നിന്നൊക്കെ ചളിയിറങ്ങി അതൊക്കെ മാറ്റി, വെള്ളമൊക്കെ മാറ്റി, വീടൊക്കെ ഒന്ന് എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ആ റൂമിലേക്ക് ചെന്നിട്ട് ഞങ്ങൾ കൊടുത്ത കുറേ സാധനങ്ങളുണ്ട്, പായ, തലയണ, പുതപ്പ്, ഇതൊക്കെ കൊടുത്തപ്പോൾ മറ്റ് സാധനങ്ങളൊക്കെ തിരിച്ചു തരുമ്പോൾ ഈ ഉമ്മ, പ്രായമായൊരു ഉമ്മ, ഒരു 100-150 രൂപയുടെ ഒരു പുതപ്പാണ്. ആ പുതപ്പ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ പുതപ്പ് തരുന്നില്ലേ? അപ്പോൾ ആ ഉമ്മ പറഞ്ഞത്, ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ അമ്മയുടെ കൂടെ, അന്യമതത്തിൽപ്പെട്ട ഈ അമ്മയുടെ കൂടെ എനിക്ക് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി എൻ്റെ മക്കളെല്ലാം വിദേശത്താണ്, പേരക്കുട്ടികളൊക്കെ വിദേശത്താണ്. എനിക്ക് താമസിക്കാൻ വേണ്ടി വലിയ വീടൊക്കെ എടുത്ത് തന്നിരുന്നു. ആരും എന്നെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീയെയും ഏൽപ്പിച്ചിരുന്നു. അവരൊക്കെ വെള്ളം കയറുമ്പോൾ വീട് വിട്ട് ഓടിപ്പോയി. എനിക്കറിയില്ല ഏത് ഗുളികയാണ് കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. രാത്രി ശീതം കൊണ്ട് ഞാൻ വിറച്ചപ്പോൾ ഈ അമ്മയായിരുന്നു എന്നെ പറ്റിപ്പിടിച്ച് കിടന്നത്. കഴിഞ്ഞ 7 ദിവസം എൻ്റെ മക്കളോ പേരക്കുട്ടികളോ അല്ല എനിക്ക് കഴിക്കാൻ ഗുളിക, പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ ഗുളിക എടുത്തുന്നത് ആരുമായിരുന്നില്ല, ഈ അമ്മയായിരുന്നു. ഈ 7 ദിവസം എൻ്റെ ശീതം മാറ്റിയത്, എനിക്ക് ചൂടുവെള്ളം എടുത്തു തന്നത് ഈ അമ്മയായിരുന്നു. ഈ അമ്മയായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നത്. അതുകൊണ്ട് ഞാൻ മയ്യത്തായാൽ ഈ പുതപ്പ് പുതപ്പിച്ച് വേണം എൻ്റെ മയ്യത്തെടുക്കാൻ എന്ന് പറഞ്ഞ ഒരു ഉമ്മയും, ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച ഒരു അമ്മയും ഉള്ള കേരളം മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടാണ്. ആ നാട്ടിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മതത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചിഹ്ന ഭിന്നമാക്കാൻ നോക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് നമുക്കൊക്കെ അറിയാം. ഞാൻ തെയ്യത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്, കണ്ണൂർ, അറിയാലോ. അതിനെക്കാട്ടും വർഷങ്ങൾക്ക് മുമ്പേ ആരാണ് എഴുതിയത് എന്ന് പോലും അറിയില്ല. ഒരു തെയ്യമുണ്ട്, പൊട്ടൻ ദൈവം. ആ തെയ്യത്തിൻ്റെ ഒരു തോറ്റം പാട്ടുണ്ട്, എങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വരെ, നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വരെ. അപ്പൊ നിങ്ങളും നാങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എൻ്റെ ചൊവ്വരെ, എന്നെ കൊത്തിയാലും നിന്നെ കൊത്തിയാലും ചോര ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം? നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ കേരളത്തിൽ മാത്രമേ എല്ലാവരും മനുഷ്യരായി ഒരുമയോടുകൂടി. ഇപ്പൊ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആയിഷോമയുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഏറ്റവും നല്ല ബിരിയാണി കഴിച്ചത് ഈ ആയിഷോമ ഉണ്ടാക്കി തന്ന, പെരുന്നാളിനുണ്ടാക്കി തന്ന ആയിഷോമ ഉണ്ടാക്കി തന്ന ബിരിയാണിയാണ്. ആ ആയിഷോമയുടെ വീട്ടിൽ ഏറ്റവും നല്ല പായസം കുടിച്ചത് ഒരുപക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത പായസമായിരിക്കാം. എൻ്റെ തൊട്ടടുത്തൊരു ജോസേട്ടൻ്റെ വീടുണ്ട്. ക്രിസ്മസിനൊക്കെ അറിയാലോ, ഒരു കേക്ക് കിട്ടണമെങ്കിൽ ക്രിസ്മസ് വരാൻ കാത്തിരിക്കും. ജോസേട്ടൻ്റെ ഫാമിലിയും കൊണ്ടുതരും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് നാടകങ്ങൾ കണ്ട് നടന്ന ഒരു കേരളമാണ് നമ്മുടെ നാട്. ആ നാടിനെ ഒരു തരത്തിലും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അകറ്റി നിർത്താൻ സാധിക്കില്ല. അങ്ങനെ അകറ്റി നിർത്താതിരിക്കാൻ ഈ നാട് ഇത്രയും സുന്ദരമായി പച്ചപ്പുള്ള നാടായി മാറുന്നത് ഇടതുപക്ഷം, LDF ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ചുവന്ന കൊടി തന്നെയാണ് നമ്മുടെ ഒക്കെ ആശ്രയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പ്രസ്ഥാനത്തെയും ഈ ചുവന്ന കൊടിയെയും നമ്മൾ സംരക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ് അല്ലെ. എല്ലാവരും ചോദിക്കുകയാണ്, സാംസ്കാരിക പ്രവർത്തകർക്ക് എന്താ, നിങ്ങൾക്ക് നിഷ്പക്ഷരായി കൂടെ? ഇപ്പോഴത്തെ ഒരു ചോദ്യമാണ്. ഇപ്പൊ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന
ആയിഷാത്തയെ വല്ലാത്ത രീതിയിൽ സൈബർ അറ്റാക്കം നടത്തി. ഞങ്ങളൊക്കെ ഈ മണ്ണിൽ നാടകം കളിച്ച് വളർന്നവരാ. ലോകത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറുകളിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ലോകത്തുള്ള മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ചു, കുറെ കാരണങ്ങൾ കണ്ടെത്തി. അതിലൊരു കാരണം കേരളത്തിലുണ്ടായ നാടക പ്രവർത്തനമായിരുന്നു. നിങ്ങളിനെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകമായിരുന്നു. ഇത് നല്ല മനുഷ്യനാവാൻ നോക്കുന്ന നാടകമായിരുന്നു. പാഠഭാക്കി എന്ന നാടകമായിരുന്നു. അടുക്കള നരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമായിരുന്നു. അങ്ങനെ നാടകം കളിച്ചും കവിതകൾ പാടിയും പ്രസംഗിച്ചും തെരുവു നാടകം കളിച്ചും തന്നെയാണ് ഇന്ന് കാണുന്ന കേരളത്തെ, പുരോഗമനമുള്ള കേരളത്തെ, നവോത്ഥാന മൂല്യമുള്ള കേരളത്തെയാക്കി മാറ്റിയത്. അന്നൊക്കെ ഈ കലാകാരന്മാരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ്. എല്ലാവർക്കും പക്ഷം ഉണ്ടായിരിക്കണം. അത് നേരിന്റെ പക്ഷമാണ്. ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഇടതുപക്ഷമാണ്, ഞങ്ങൾ ഹൃദയപക്ഷമാണ്, ഇടതുപക്ഷമാണ് ശരി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ സൈബർ ആക്രമണം, ഇരുട്ടത്ത് ഇരുന്നു കൊണ്ട് മുഖമില്ലാത്തവർ ഒരു ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ എത്രത്തോളം നിങ്ങൾ അപമാനിച്ചാലും ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളുടെ പാർട്ടിയും ഈ നാടും വളർന്നുകൊണ്ടേയിരിക്കും. കേരളം അത്രയും വികസനത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ ഈ നിയമസഭയിൽ സ്വരാജ് ഉണ്ടായിരിക്കണം. സ്വരാജ് നമ്മുടെയൊക്കെ അഭിമാനമാണ്. നിലമ്പൂർ എന്ന് പറഞ്ഞ് ലോകം ഉറ്റുനോക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ചെറിയ പണിയല്ല കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾക്ക് അത്രയും വലിയൊരു എന്താ പറയാ, നിങ്ങളിൽ അർപ്പിതമായിരിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് നിലമ്പൂരാണ്. എല്ലാവരും ഒരേ മനസ്സോടെ പറയുന്നത് സ്വരാജ് ജയിക്കണം, സ്വരാജ് ജയിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ വിജയിക്കണം എന്നുള്ളതാണ്. സ്വരാജിനെ പോലെയുള്ള നല്ല നല്ല നേതാക്കന്മാർ, പ്രതീക്ഷയുള്ള, നിലപാടുള്ള, നേരിന്റെ രാഷ്ട്രീയം പറയുന്ന നേതാക്കന്മാർ നമുക്ക് ഇനിയും ഇവിടെ ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഒരു അംഗത്തിലാണ് ഇനി ഉള്ള ദിവസം. നാളെ കഴിഞ്ഞാൽ നമ്മുടെ പ്രചരണം അവസാനിക്കുകയാണ്. പിന്നീട് നിശബ്ദ പ്രചരണമാണ്. എത്രത്തോളം നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ പരിചയക്കാരെ സ്വരാജിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രയധികം പ്രവർത്തിച്ച് 23 എന്ന് പറയുന്ന ഒരു ദിവസം ഏറ്റവും ശുഭകരമായ വാർത്ത കേട്ടുകൊണ്ട് കേരള നിയമസഭയിൽ നിലമ്പൂരിന്റെ ശബ്ദമായി എം സ്വരാജ് ഉണ്ടായിരിക്കും എന്ന് മാത്രം. അതിന് ഞാൻ നിങ്ങളുടെ വോട്ടൊന്നും അഭ്യർത്ഥിക്കില്ല, കാരണം നിങ്ങളൊക്കെ അതിന് ഇറങ്ങി പുറപ്പെട്ടവരാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു ആ നല്ല വാർത്ത കേൾക്കാൻ. അത് കേട്ടിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. 2 ദിവസമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിലമ്പൂരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും ആ പോസിറ്റിവിറ്റി ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എങ്കിലും എം സ്വരാജിന് അരുവാ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഓരോ വോട്ടും ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും ഈ നിലമ്പൂരിന്റെ സുഗന്ധം, ഈ നിലമ്പൂരിന്റെ കാറ്റ് അനുഭവിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് പായുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ കാഴ്ചക്കാരാവാതെ പങ്കാളികളാവുക. സമയം കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് പായുന്നത്. അതുകൊണ്ട് കാഴ്ചക്കാരാവാതെ പങ്കാളികളാവുക. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പ്രസ്ഥാനത്തെയും ഈ സർക്കാരിനെയും നമുക്ക് ഏവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിപ്ലവകരമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, സ്നേഹം. നമ്മുടെ പാട്ടിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്തായിരിക്കും ഇത് കൊണ്ടുതരിക. ആ ഇരുട്ട് 19-ാം തീയതി നടത്തുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ആ ഇരുട്ടിൻ്റെ മൂടുപടത്തെ വലിച്ചെറിയും എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ പ്രതീകമായി 2 മിനിറ്റ് ഇവിടെ ലൈറ്റ് ഓഫ് ആക്കും. ആ ലൈറ്റ് ഓഫ് ആക്കുന്ന സമയത്ത് എല്ലാവരും അവരുടെ മൊബൈൽ ഫോണിലെ ലൈറ്റ് ഓൺ ചെയ്ത് ഉയർത്തിപ്പിടിച്ച് വെളിച്ചം വീശണം. അതാണ് അടുത്ത ചടങ്ങ്. എല്ലാവരുടെയും മൊബൈൽ ഫോണിലെ ലൈറ്റ് ഓൺ ആക്കും. സഭാമണ്ഡലം ഈ 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ചൂണ്ടുവിരലിൽ ജനാധിപത്യത്തിൻ്റെ മഷിയടയാളം പിരളുമ്പോൾ അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. UDF-ഉം കൂട്ടാളികളും വിരളി പിടിച്ച് നടക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. അവരാദ്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് 9 വർഷക്കാലത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകും എന്നാണ്. ഇപ്പോൾ അവരത് പറയുന്നില്ല. 9 വർഷത്തെ വിലയിരുത്തലാകും എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെസകുണ്ട്. ആ 9-ൽ 5 വർഷക്കാലത്തത് കേരളം നല്ലോണം വിലയിരുത്തിയതാണ്. 5 വർഷക്കാലത്തെ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 4 വർഷം മുമ്പ്
ഇന്ന് പ്രചരിപ്പിക്കുന്നത് പോലെ കേരളത്തിൽ വികസനമില്ലെന്നും ദുർഭരണമാണെന്നും അഴിമതിയാണെന്നും പിണറായി രാജ്യം വിടണമെന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഇവരും മാധ്യമങ്ങളും നടത്തിയ എല്ലാ കള്ളപ്രചരണങ്ങളും തെരഞ്ഞെടുപ്പിന് മുമ്പിലുണ്ടായി. അന്ന് കേരളത്തിലെ ജനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഈ നിലമ്പൂർ മണ്ഡലത്തിലും ഈ ഗവൺമെന്റിനെ നല്ലോണം വിലയിരുത്തിയപ്പോഴാണ് 91 സീറ്റ് 99 സീറ്റായി ജനം വിലയിരുത്തിയത് എന്ന ഓർമ്മ അത് UDF-നുണ്ടാവും. ഇനി ബാക്കി 4 കൊല്ലത്തെ വിലയിരുത്തൽ അതിപ്പോൾ നന്നായിട്ട് നടത്തും. UDF-ന്റെ പ്രശ്നം അധികാരവും ഭരണവും ഇല്ലാതെ അവർക്ക് നിൽക്കാനാവില്ല. പരമാവധി അധികാരമില്ലാണ്ട് പ്രതിപക്ഷത്ത് നിൽക്കുക 5 കൊല്ലം. ഇപ്പോൾ 6ാമത്തെ കൊല്ലം ഇരിക്കുക, 7ാമത്തെ കൊല്ലം ഇരിക്കുക, 8ാമത്തെ കൊല്ലം ഇരിക്കുക, 9ാമത്തെ കൊല്ലം ഇരിക്കുക, ഇനി 10ാമത്തെ കൊല്ലം ഇരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതുവരെ 3ാം ഭരണം തുടർ ഭരണം എന്നൊക്കെ ഇടതുപക്ഷമാണ്. ഇപ്പോൾ ശശി തരൂരും മുല്ലപ്പള്ളിയും ഒക്കെ പറയാ 3ാം ഭരണം ഉണ്ടാവും. പിന്നെ സഹിക്കുമോ? നമുക്ക് അധികാരമുണ്ടെങ്കിലും അധികാരമില്ലെങ്കിലും ഈ കുഞ്ഞാലിയുടെ പാർട്ടി ദൈനംദിന സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും. നമുക്ക് MLA ഉണ്ടെങ്കിലും MLA ഇല്ലെങ്കിലും നിങ്ങൾ ദൈനംദിന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ, സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കും. എന്നാൽ കോൺഗ്രസും ലീഗും അതുപോലല്ല. അധികാരം ഉണ്ടെങ്കിലും അധികാരമില്ലെങ്കിലും ഒരുപോലെയാ. അധികാരമുണ്ടെങ്കിൽ ആളും ആരവും ഒച്ചപ്പാടും ബഹളവും ആയിരിക്കും. ഇന്നോവ നിറച്ച ആളായിരിക്കും, ഓഫീസ് നിറച്ച ആളായിരിക്കും, നിലമ്പൂർ നിറച്ച് കതറായിരിക്കും. തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിന്റെ മുമ്പ് ചെന്നാൽ ലഗോൺ ഗോയിന്റെ കൂട് തുറന്ന മാതിരിയാ. ചാർപ്പ് കെട്ടി എല്ലാം കൂടി അവിടെ ഉണ്ടാവും. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കതർ തട്ടി മരിച്ചു. അധികാരമില്ലെങ്കിലോ ഒരു മരിച്ച വീട് പോലെ. അങ്ങനെ ഇരുന്നിട്ടിപ്പോ 10 കൊല്ലം കഴിഞ്ഞ് ഇനിയും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുകൊണ്ട് ഹാലിളകി നടക്കാൻ. എങ്ങനെയെങ്കിലും പിണറായി സർക്കാരിനെ വലിച്ചു താഴെടണം, ഒറ്റ ചിന്തയുള്ളൂ. എന്നിട്ട് അധികാരത്തിലെത്തണം. അധികാരവും ഭരണവും ഇല്ലാതിരുന്നിട്ടും ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകൾക്കും പിന്നിൽ കോൺഗ്രസ്സാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാതിവില തട്ടിപ്പിന് കോൺഗ്രസിന്റെ വനിതാ നേതാവ് ലാലി വിൽസണിനെ പിടിച്ചുകൊണ്ടുപോയി. പോലീസ് ചോദിച്ചു, നിങ്ങളൊരു കോൺഗ്രസിന്റെ നേതാവല്ലേ, മാനം പോവില്ലേ? ലാലി വിൽസന്റ് പറഞ്ഞു, കോൺഗ്രസില് ബൈക്കിനും തയ്യൽ മെഷീനൊക്കെ പാതി വിലയുണ്ട്, മാനത്തിന് കോൺഗ്രസിന് ഒരു വിലയില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് നാട്ടിലെ കോൺഗ്രസിന്റെ സാഹചര്യം. 9 വർഷം മുമ്പ് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന്റെ മുൻപ് ഒരു കേരളവും ഒരു ഉമ്മൻചാണ്ടിയും ഒരു ഭരണവും ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കുട്ടികളും കുടുംബമായിട്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് TV തുറന്നാൽ TV-യിൽ വരുന്ന വാർത്ത MLA ഹോസ്റ്റല്, ക്ലിഫ് ഹൗസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ജോപ്പൻ. ഓർമ്മയുണ്ടോ? TV തുറന്ന് വീട്ടിൽ നിന്ന് കാണാൻ പോലും കെട്ടാത്ത അശ്ലീലമായിരുന്നു കേരളം. ഇന്ന് എന്ത് മനോഹരമാണ് കേരളം, എത്ര സമാധാനപൂർണമാണ് കേരളം. 9 വർഷം മുമ്പ് 3.5 മണിക്കൂർ പവർ കട്ട്, 4 മണിക്കൂർ ലോഡ് ഷെഡിങ്. ഓർമ്മയുണ്ടോ? ആര്യാടൻ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി. നിലമ്പൂരുകാർ മറന്നുപോകാൻ പാടില്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. നോമ്പുകാലത്ത് നോമ്പ് തുറക്കുമ്പോൾ പവർ കട്ട് പാടില്ലെന്ന് പറഞ്ഞ MSF-കാരന്റെ സമരം. 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുമ്പോൾ പവർ കട്ട് പാടില്ല എന്ന് പറഞ്ഞ KSU-കാരന്റെ സമരം. ഇതായിരുന്നു 9 വർഷം മുമ്പുള്ള ചിത്രം. ഇന്ന് നിങ്ങൾക്ക് പവർ കട്ടുണ്ടോ? ഇന്ന് ലോഡ് ഷെഡിംഗ് ഉണ്ടോ? ഇന്ന് വോൾട്ടേജ് ക്ഷാമമുണ്ടോ? കൂടംകുളം ആണവ നിലയത്തിലെ ഒരു വിഹിതം വൈദ്യുതി കേരളത്തിനുള്ളതിനാണ്. ആ വൈദ്യുതി കേരളത്തിൽ എത്തിക്കാനുള്ള കൊച്ചി ഇടമൺ പവർ ഹൈവേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തടസ്സപ്പെട്ടു, നടന്നില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് കൂടംകുളം ആണവ നിലയത്തിലെ വൈദ്യുതി കേരളത്തിലെത്തിക്കുന്ന പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയപ്പോ ഇന്ത്യയാകെ ഇരുട്ടിലായിട്ടും കേരളം വെളിച്ചത്തിൽ നിന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച സംസ്ഥാനമായി, വൈദ്യുതി മിച്ച സംസ്ഥാനമായി മാറുന്നു. ഞങ്ങളുടെ ചോദ്യം, കേരളത്തെ ഇരുട്ടിലാക്കിയ ഉമ്മൻചാണ്ടിയുടെയും ആര്യാടന്റെയും ഒക്കെ UDF-നാണോ കേരളത്തെ വെളിച്ചത്തിലാക്കിയ ഇടതുപക്ഷത്തോടൊപ്പമാണോ നിങ്ങളുടെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൾ റബ്ബാൻ. മറക്കൂല. നിങ്ങളുടെ മക്കൾക്ക് പാഠപുസ്തകം കിട്ടിയിരുന്നോ? സ്കൂള് തുറന്നു, ജൂൺ മാസം കഴിഞ്ഞു, ഓണപ്പരീക്ഷ വന്നു, പാഠപുസ്തകമില്ല, യൂണിഫോം ഇല്ല, പരീക്ഷ നടത്തിപ്പില്ല. താറുമാറായ കേരളത്തിന്റെ വിദ്യാഭ്യാസം, അടച്ചുപൂട്ടപ്പെടുന്ന സ്കൂളുകൾ, ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകർ, ഇതെല്ലാമായിരുന്നു ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല. നോക്കൂ, ഈ കൊല്ലത്തെ പരീക്ഷ കഴിഞ്ഞ് പിറ്റത്തെ ഇപ്പൊ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുട്ടികൾക്ക് പുസ്തകം കിട്ടിയോ? പരീക്ഷ കൃത്യമായി നടക്കുന്നു, സ്കൂളുകൾ മെച്ചപ്പെടുന്നു, റേഷൻ കടകൾ മെച്ചപ്പെടുന്നു, സമൂഹമാകെ മെച്ചപ്പെടുന്നു, ക്രമസമാധാന നില ഭദ്രമായി ഈ നാട് മുന്നോട്ട് പോകുന്നു. വലിയ വികസനം കേരളത്തിന്റെ മുമ്പിൽ, വികസനത്തിന്റെ വിസ്മയം തീർത്ത് കേരളം മുന്നോട്ട് പോവുകയാണ്. ഈ കേരളത്തിൽ ഇനിയും ഇടതുപക്ഷം വരും എന്നതുകൊണ്ട് എങ്ങനെങ്കിലും ഇടതുപക്ഷത്തെ വലിച്ചു താഴെ ഇറക്കണം. ഇടതുപക്ഷം കൂടുതൽ കരുത്തു നേടി
കേരളത്തിലെ UDFന്റെ കരുത്തായിരുന്ന കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം വന്നു. ജനതാദൾ വീണ്ടും ഇടതുപക്ഷത്തോടൊപ്പം വന്നു. ഇടതുപക്ഷം കൂടുതൽ കരുത്തുള്ളതായി. ആ ഇടതുപക്ഷത്തെ തകർക്കാനാവില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് എല്ലാ വർഗീയ വിഘടന ശക്തികളുമായി അവർ കൈകോർക്കുകയാണ്. അവിശുദ്ധമായ സഖ്യത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോവുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിട്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ രാവിലെ പുലർച്ചെ ഉറക്കം എഴുന്നേറ്റാൽ എന്താ ചെയ്യുക? ചിലർ ബ്രഷും എടുത്ത് പല്ലിയേക്കാൻ പോവും അല്ലേ? ചിലർ രാവിലെ തടി കുറക്കാൻ ഓടാൻ പോകുന്നവരുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ പല ശീലങ്ങളാണ്. VD സതീശൻ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി തുടങ്ങുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയൻ ഒന്ന് താഴെ ഇറക്കണം, അത് മാത്രമാണ്. എന്നിട്ട് ഈ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം, ഇത് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ വർഗീയ വിഘടന ശക്തികളുമായി ഇവർ കൈകോർക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നാട് അകറ്റി നിർത്തിയ, കേരളത്തിന്റെ മതേതര കേരളീയ സമൂഹം അകറ്റി നിർത്തിയ ഏറ്റവും ലക്ഷണമൊത്ത മത തീവ്രവാദ സംഘടനകളുമായി ഇവർ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുകയാണ്. 8 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് 4 സീറ്റ് ഇവർ ഓഫർ ചെയ്യുകയാണ്. നിലമ്പൂരിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോ പരാജയം ഉറപ്പുവരുത്തിയവർ ആരുടെ വോട്ടും വാങ്ങുമെന്ന് സ്വീകരിച്ച് എല്ലാ വർഗീയവാദികളുടെയും വാതിലുമുട്ടി സഖ്യമുണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നു. ഇത് കുഞ്ഞാലിയുടെ മണ്ണാണ്. ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള മണ്ണാണ്. ഈ നിലമ്പൂരിന്റെ മതനിരപേക്ഷ മനസ്സുകളെ വെല്ലുവിളിക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കില്ല എന്ന് ഈ നിലമ്പൂർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. സഖാവ് സ്വരാജ് നിലപാടുകളുടെ രാജകുമാരനാണ്. സഖാവ് സ്വരാജ് ഒരുപാട് കാലം DYFIയിലൊക്കെ സഖാവ് സ്വരാജിനോടൊപ്പം ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. സ്വരാജ് ഒരു വർഗീയവാദിയുടെ വെല്ലുവിളിക്ക് മുമ്പിലും മുട്ടിടരാതെ കാലുവറക്കാതെ സധൈര്യം വർഗീയതക്കെതിരെ നിലപാടെടുക്കുന്ന മനുഷ്യസ്നേഹിയാണ്. എഴുത്തുകാരനും ചിന്തകനും വാഗ്മിയുമെല്ലാമായി കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ നാടിന്റെ പ്രതീക്ഷ. ഒരുപാട് പടവുകൾ ഇനിയും കയറണ്ട, ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറണ്ട. ലോകത്തിന്റെ മുമ്പിൽ ഈ മലയാളക്കരയെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള ദീർഘവീക്ഷണമുള്ള സ്വരാജ്. എല്ലാവരും സ്വരാജിന്റെ ഓർമ്മശക്തിയെ കുറിച്ച് പറയും. സ്വരാജ് വായിക്കുന്നതും സ്വരാജ് പഠിക്കുന്നതും ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു പ്രത്യേകമായ വ്യക്തിത്വമാണ് സ്വരാജിൻ്റെത്. നിങ്ങൾ വഴിയിൽ വെച്ച് സ്വരാജിനെ കണ്ടൊരു സങ്കടം പറഞ്ഞാൽ ആ സങ്കടം പരിഹരിക്കപ്പെടുന്നത് വരെ സ്വരാജിന്റെ ഓർമ്മകളിൽ ഉണ്ടാവും എന്നതാണ് സ്വരാജിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ നാട് ആഗ്രഹിക്കുന്നത് സ്വരാജിന്റെ വിജയത്തിന് വേണ്ടിയാണ്. ഈ നാട് വർഗീയതയുടെ മുമ്പിൽ മുട്ടുമടക്കില്ല. ഈ നിലമ്പൂരിന്റെ മണ്ണ് എന്നീ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി സ്വരാജ് ജയിക്കും. 23-ാം തീയതി ഇത് പാതയോരത്തെ പൂമരം പോലെ നിലമ്പൂര് ചുവന്നു നിൽക്കും. അപ്പോ സങ്കോചത്തോടെ ആരവങ്ങളോടെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോ സങ്കോചത്തോടെ വീട്ടിലിരിക്കേണ്ട സാഹചര്യം ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് ശ്രദ്ധിച്ച് വിനിയോഗിക്കുക. കേരളത്തിന്റെ നിയമസഭയിൽ 100-100ഓളം വരുന്ന ഭരണപക്ഷ അംഗങ്ങളും 10-40-ലധികം വരുന്ന പ്രതിപക്ഷ അംഗങ്ങളുമുണ്ട്. കേരളത്തിന്റെ ഭരണപക്ഷ അംഗങ്ങൾ നാടിന്റെ വികസനത്തിന് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു. ആലിബാബയും 41 കള്ളന്മാരെന്ന് പറയും പോലെ സതീശനും കൂട്ടാളികളും പാല് കൊടുക്കണ്ടെങ്കിലോ പാല് കാച്ചലുണ്ടെങ്കിലോ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിലോ സൽക്കാരുണ്ടെങ്കിലോ അന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നവരായി കേരളത്തിന്റെ മുമ്പ് നിൽക്കുന്നു. കേരളത്തിന്റെ വികസനം നടക്കുമ്പോ ബഹളം വെച്ച് പുറത്തുപോയി സഭ ബഹിഷ്കരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഒരുത്തനെ കൂടി കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് ഈ നാടിനെ എന്ന് ഈ നാട്ടിലെ ജനം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ചിന്തിക്കും. സ്വർണ്ണക്കരണ്ടിയുമായി പിതാവിന്റെ മഹത്വങ്ങളുമായി അധികാരത്തിന്റെ തട്ടുകളും ഏന്തിക്കൊണ്ടല്ല സ്വരാജ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ട് ജനങ്ങളുടെ വേദനയും വേവലാതികളും തിരിച്ചറിഞ്ഞ് സുഖത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും സന്തോഷത്തിലുമെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ഈ നാടിന്റെ പ്രിയങ്കരനായ നേതാവ് സഖാവ് M. സ്വരാജിന് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. നിലപാടിൻ ജ്വാല പടരുകയായി നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി. നിലപാടിൻ ജ്വാല പടരുകയായി നിലമ്പൂരിൻ ജനങ്ങൾ ഉണരുകയായി. പുതിയ കാലം പണിതുയർത്താൻ യുവസിരയിൽ തീ കൊളുത്താൻ സ്വരാജെന്ന ജനനായകനാഗതനാ. നീതി പുലരും കാലം ആഗതമാ. സ്വരാജെന്ന